Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. ഇദ്ദേഹമാണ് സിദ്ധാർത്ഥ് മിത്ര. സത്യം പറഞ്ഞ ടെൻഡർ ഗുരു എന്നും വിളിക്കാം. ഇതുവരെ ഇദ്ദേഹം കോട്ട് ചെയ്ത ഒരു ടെൻഡറും മിസ്സായിട്ടേയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മാസം ലക്ഷക്കണക്കിനാണ് ശമ്പളം. ഗ്ലാസ്റ്റർ ആൻഡ് ഗ്ലാസ്റ്റർ കമ്പനിയുടെ ടെൻഡർ ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ടെൻഡർ ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഇവരുടെ കമ്പനിക്ക് അതൊരു വലിയ ജോബായി മാറും. ഒരു വർഷം 10 കോടി വരെ ലഭിക്കും. ഇദ്ദേഹം അതിനുവേണ്ടി ഇപ്പോൾ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ജോലി കഴിഞ്ഞതും അദ്ദേഹം തിരിച്ചു പോകും. ഇപ്പൊ ഈ കഥയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. പറയൂ. ഇത് അനിൽ മുഖർജിയുടെ വീടല്ലേ? പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല. എന്താ കാര്യം? നിങ്ങളാരാ? ആക്ച്വലി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അശ്വത. അദ്ദേഹത്തിനെ കാണാൻ വന്നാണ്. ഓ, അങ്ങനെയാണോ? ശരി ശരി. എന്താ ഇത്? നിങ്ങൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ അകത്ത് വന്ന് വേറെ വല്ല ഡ്രസ്സും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് പോകാമല്ലോ. താങ്ക് യു സോ മച്ച്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ട്? തീർച്ചയായും. പക്ഷേ ഇവിടെ സ്ത്രീകളുടെ ഡ്രസ്സൊന്നുമില്ല, ലേഡീസ് ഇല്ല. നോ പ്രോബ്ലം. എനിക്ക് നിങ്ങളുടെ ഒരു ഷർട്ട് തന്നാ മതി. ഓക്കെ. ഈ ബാഗ് അകത്തേക്ക് കൊണ്ടുവരല്ലേ അല്ലേ? തീർച്ചയായും. വരൂ, ഉള്ളിലേക്ക് വരൂ. അതിരിക്കട്ടെ, അദ്ദേഹം എപ്പോ വരുമെന്ന് വല്ലതും അറിയാവോ? രാവിലെ തന്നെ ജോലിക്ക് പോയി. നിങ്ങൾ വരുന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ എങ്ങും പോകില്ലായിരുന്നു. ഞാൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. പിന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനറാ. ചെറിയതായിട്ട് ഒരു ക്ലോത്ത് കമ്പനിയുണ്ട്, പ്രിൻസസ് ഡിസൈൻ. ചെറിയ കമ്പനി എന്നൊന്നും പറയണ്ട. നിങ്ങളുടെ കമ്പനിയെ പറ്റി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കമ്പനിയുടെ ക്ലോത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ഈ പ്രൊഫഷൻ തന്നെയാണോ? അല്ലല്ല, എന്റെ ലൈഫ് വളരെ ബോറിംഗാണ്. എപ്പോ നോക്കിയാലും മാത്സ്. ഞാൻ നിങ്ങളെ പോലെ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ചെറിയ ചെറിയ കമ്പനികൾക്ക് ടെൻഡർ കോട്ട് ചെയ്ത് കൊടുക്കും. ഏത് കമ്പനി? കോസ്റ്റൽ ഇന്ത്യ. ഇത് കൊള്ളാലോ. ഏതോ ചെറിയ കമ്പനിയുടെ കൂട്ട്. ഈ കമ്പനി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇൻഡസ്ട്രിയിലെ 2 കമ്പനിയാണ് വളരെ ഫേമസ്. ഒന്ന് കോസ്റ്റൽ ഇന്ത്യ, ഒന്ന് എൻഷുർ ബിൽഡിംഗ്. എന്താ, ശരിയല്ലേ? വാവ്, കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. ഇല്ല, ഈ വലിയ വലിയ കമ്പനികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ചുനാള് എൻഷുർ ബിൽഡിംഗ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, അത് ശരി. അതിരിക്കട്ടെ, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഞാൻ വേണമെങ്കിൽ ഒരു കോഫി ഇട്ടോണ്ട് വരട്ടെ. കോഫിയാണോ? അതെന്താ? നിങ്ങൾ വൈൻ കുടിച്ചിട്ട് എന്നോട് കോഫി കുടിക്കാൻ പറയുന്നു? വൈൻ വേണോ? ഷുവർ. വൈനിൽ ഐസ് ക്യൂബ് ഇടണോ? വേണ്ട, അങ്ങനെ തന്നെ അന്നേക്ക്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലല്ലോ? അങ്ങനൊന്നുമില്ല. Cheers. എന്തു പറ്റി? അതൊന്നുമില്ല. യൂഷ്വലായിട്ട് എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യും. ഇതുപോലെ മദ്യപിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുറച്ച് ജോളിയായിട്ട് സന്തോഷത്തോടെ ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കും. ആരാ വേണ്ടെന്ന് പറഞ്ഞ? സന്തോഷത്തോടെ ചെയ്യേ. കം ഓൺ. അതിന് മ്യൂസിക് വേണ്ടേ? പ്ലീസ്, വന്നൊരു കമ്പനി ഇതാ. ഇല്ല, പറ്റില്ല. നിങ്ങൾ എനിക്ക് കമ്പനി അന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, വാ. പറ്റില്ല, നിങ്ങൾ വന്നേ മതിയാവൂ. വരൂ, ലെറ്റ്സ് ഡാൻസ്.
ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളോ? എനിക്കും അങ്ങനെയാ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, പക്ഷെ നിങ്ങളുടെ ടെൻഡറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അറിഞ്ഞെന്ത് ചെയ്യാനാ? ലതാ മങ്കേഷ്കർ എന്തെങ്കിലും ടാറ്റയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവരവരുടെ പ്രൊഫഷനിൽ ഇരുന്നാ മതി. എന്നാലും ചില സമയത്ത് എന്റെ പ്രൊഫഷൻ മാത്രമല്ല മറ്റു പ്രൊഫഷനും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എങ്കിലൊരു സത്യം എന്നോട് പറയൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും. നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് ഓർത്ത് എന്തെങ്കിലും നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾക്കോ? എന്തിനാ അതൊക്കെ? ഓൾറെഡി നിങ്ങൾ നല്ല ടയേർഡാ. ആക്ച്വലി ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഇതുവരെ എനിക്ക് ഉത്തരം തന്നതേയില്ല. ഓ, അത് ശരിയാണല്ലോ. സോറി. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? പൊതുവേ നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇമോഷൻ ഇല്ലാത്തവരാ. അത് തെറ്റാണ്. സോറി? കല്ലിനെയും മണ്ണിനെയും പറ്റി ചിന്തിക്കുന്നവര് പ്രേമിക്കാൻ പാടില്ലെന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ? ഞാൻ ആ രീതി ബിഹേവ് ചെയ്തോ? ഒരിക്കലും അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒരു ഭാഗ്യവതിയാ. നിങ്ങൾ വളരെ ക്ഷമയും കാര്യപ്രാപ്തിയുള്ള ഒരു ജെന്റിൽമാനാണ്. എന്നെ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല, പറഞ്ഞേക്കാം. നോക്കരുതെന്ന് പറഞ്ഞ പിന്നെ പക്ഷെ സത്യം പറഞ്ഞേ മതിയാവും. പറയൂ. ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായിട്ടോ അറിയാത്ത പോലെ അഭിനയിക്കുക. നിങ്ങൾ ആള് സ്മാർട്ടാണ്. നിന്നെക്കാളും സ്മാർട്ടാണോ? അതെയോ? എന്റെ കണ്ണിൽ നിങ്ങളാണ് സ്മാർട്ട്. എന്നെ മജീഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ടെൻഡർ ബെഡിങ് ചെയ്യുന്നതിൽ ഞാനൊരു മജീഷ്യൻ ആണെന്ന്. ഓ, അപ്പൊ നിങ്ങൾ ടെൻഡർ ബിറ്റിംഗ് ചെയ്യുന്ന മജീഷ്യനാണോ? അപ്പൊ നിങ്ങൾ ബെഡില് എത്രത്തോളം മജീഷ്യൻ ആണെന്നൊന്ന് കാണട്ടെ. ആ, പറയൂ. എന്താ കാര്യം? സാറേ, നമ്മുടെ ടെൻഡർ മിസ്സായി. എന്താ പറഞ്ഞേ? സാർ, നമ്മുടെ ടെൻഡർ 10 crores 19 lakhs ആയിരുന്നു. അവരതിലും കുറച്ച് കോട്ട് ചെയ്തു സാർ. ഏത് കമ്പനി? എൻഷോർ ബിൽഡിംഗ്സ്. വാട്ട്? ഇൻഡസ്ട്രിയിൽ 2 ഫേമസ് ആയിട്ടുള്ള കമ്പനിയുണ്ട്. ഒന്ന് കോസ്റ്റലിന്റെയും മറ്റൊന്ന് എൻഷുർ ബിൽഡിങ്ങും. എന്താ
ശരിയല്ലേ? ഞാൻ കുറച്ചുനാൾ എൻഷുർ ബിൽഡിംഗിൽ ജോലി ചെയ്തിരുന്നു. ഡിയർ മിസ്റ്റർ സിദ്ധാർത്ഥ് മിശ്ര, ഇന്ന് നിങ്ങൾ കമ്പനി നൽകിയതിന് വളരെ വളരെ നന്ദി. നിങ്ങൾ ഇതുവരെ ഒരു ടെൻഡറിൽ ലൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ടെൻഡർ തീർച്ചയായിട്ടും ലൂസാകും. തീർച്ചയായിട്ടും. വിത്ത് ലവ്, അസ്മിത ബാസു, CEO എൻഷുർ ബിൽഡിംഗ്. മിസ്റ്റർ ബജുരിയ, ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേ. അത് കോസ്റ്റലിന്റെ അയച്ച ടെൻഡറിന്റെ കോപ്പിയാണ്. അവർ 10 crore 90 lakhs കോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലും കുറച്ച് കോട്ട് ചെയ്യണം. മനസ്സിലായോ? എല്ലാം കൃത്യമായിരിക്കണം. ബൈ.